ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഇന്ന് ഒരുങ്ങിക്കെട്ടി ഞാൻ നിൽക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല, വയ്യാണ് ഡോക്ടറെ കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്, രാവിലെ തൊട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്തു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അയ്യന്തോളാണ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ സാധാരണ വീട്ടിലാണ് കാണിക്കാറ്. അപ്പോൾ ഇന്ന് ഡോക്ടർ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. 10 മണിക്ക് ചെന്നിട്ട് 12 മണിയൊക്കെ ആയി. 12 മണി കഴിഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ചേട്ടൻ ഫോണിൽ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞതേ ഞാൻ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു രക്തപ്രസാദമൊക്കെ എൻ്റെ മുഖത്ത് വന്നു തുടങ്ങിയത്. കാരണം ഇത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞതേ ലിഫ്റ്റ് തുറന്നു. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ തിരിച്ച് പോകാറായപ്പോൾ കാറും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞത് തിരിച്ച് പോണ വഴിയാണ്. അപ്പോൾ നോക്കിയാൽ അവിടെ ഞങ്ങൾ കാർക്കി തുറത്ത് കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ വെള്ളം ചളി ചവിട്ടരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വെള്ളം കണ്ടാൽ ചവിട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചളിയൊക്കെ ചവിട്ടി കാറിലേക്ക് കാറിൽ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ബുക്കാറോ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. അപ്പോൾ പിന്നെ മരുന്നും കഴിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ മരുന്നും കഴിച്ചു. സ്പോട്ടിൽ മരുന്ന് കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ടൗണിലേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊക്കാല വഴിയാണ് വന്നത്. അപ്പോൾ കൊക്കാലയ്ക്ക് കടക്കാറായപ്പോൾ അവിടെ കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിഷേൻ്റെ അവിടെ എത്താറായിട്ടോ. ഞങ്ങളുടെ കൊക്കാല കുറച്ച് ബ്ലോക്ക്, അത് ശക്തൻ്റെ അവിടെ എത്താറായപ്പോൾ കുറച്ച് ബ്ലോക്ക് കിട്ടി. കാരണം MG റോഡ് വഴി പോകാമെന്ന് വെച്ചപ്പോൾ അവിടെ ബ്ലോക്കായിരുന്നു. അത് കാരണം ഞങ്ങൾ ജയലക്ഷ്മി വഴിയാണ് എടുത്തത്. അപ്പോൾ ജയലക്ഷ്മി വഴി വന്നപ്പോൾ നല്ല അത്യാവശ്യത്തിന് ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ പുതിയ കടകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. കുറച്ച് പുതിയ കടകൾ, വിശാൽ മാർട്ടോ അങ്ങനെ എന്തൊരു പുതിയ കട. ഞങ്ങൾക്ക് ഈ വഴി സഞ്ചാരം കുറവായ കാരണമായിരിക്കും എനിക്ക് ഇവിടെ ഈ കട പുതിയ തന്നായിരിക്കില്ല, കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വരുന്ന വഴിക്കാണ് ഞാനത് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കട കാണുന്നത്. ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് മാറി കടകൾ ഇങ്ങനെ വരുന്നതാണ്. അത് കാരണം ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോയോണ്ടിരിക്കണം. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ കാലം കൂടെ എന്നാലും കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ചാലം കൂടെ നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ കോട്ടയമലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തെ ചേട്ടൻ വേറെ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ കടയിലേക്ക് നടക്കുകയാണ് കേട്ടോ. കടയിലേക്ക് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് വന്നാലും ഈ കടയിലേക്കാണ് പോവാറ്. നമ്മുടെ കിഴക്കേ കോട്ടയമുള്ള ബാഗ് നേരാക്കുന്ന കടയുണ്ട്. ആ ചേട്ടൻ ബാഗും കുടയും എല്ലാം നേരാക്കുന്നതാണ്. ഞങ്ങളുടെ കടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലൊക്കെ ഞാൻ അങ്ങോട്ടാണ് ഓടാറ്. ചേട്ടൻ 5 മിനിറ്റ് കൊണ്ട് നിപ്പിൽ ബാഗ് റെഡിയാക്കി തരും. നമ്മുടെ തോംസൺ ഫ്രൂട്ട്സ് കടയുടെ അടുത്താണ് കേട്ടോ. ഫ്രൂട്ട്സ് കടയല്ല, ഷേക്ക് കടയുടെ അടുത്താണ്. അപ്പോൾ കുറച്ച് ദൂരം നടന്ന് നിങ്ങൾ കടയിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ചതി മനസ്സിലായത്. കാരണം അവിടെ ബാഗ് നന്നാക്കുള്ളൂ, കുടയും നന്നാക്കുള്ളൂ, കാലം കൂടെ നന്നാക്കില്ലാന്ന്. അപ്പോൾ ഇന്ന് പോയപ്പോൾ ചേട്ടൻ ഉണ്ടാകുന്നില്ല, ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോട്ടിലിരിക്കുന്ന ചേട്ടന്മാരാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നന്നാക്കുള്ളൂ, ഇവിടെ അത് നന്നാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം കുട ഇപ്പം ഏകദേശം നന്നാക്കാനൊരു റേഞ്ച് പറഞ്ഞപ്പോൾ 250 രൂപയ്ക്ക് മേടിച്ച കുടയാണ്. പക്ഷേ 200 രൂപയ്ക്ക് നന്നാക്കി എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ പുതിയ കുട മേടിക്കാം, എന്തിനാണ് അത് വെറുതെ 250 രൂപ കൊടുത്ത് നമ്മൾ വെറുതെ നഷ്ടത്തിന് 200 രൂപയ്ക്ക് നന്നാക്കി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് 200 രൂപ കൊടുത്ത പുതിയ കുട കിട്ടും. അപ്പോൾ ചേച്ചി ഇല്ലയെന്ന് പറഞ്ഞു. ചേട്ടൻ എന്താണോ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ കാണിച്ചത് കുടയുടെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക്. പക്ഷേ കുട ചേച്ചി പറഞ്ഞു, ഇവിടെ നന്നാക്കില്ലേ മോനെ, കാലം കൂടെ ഇവിടെ നന്നാക്കാറില്ല എന്ന്. അപ്പോൾ വിഷമം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കണമെന്ന്. വീട്ടിൽ മീൻ കൂട്ടാനൊക്കെയാണ്, പക്ഷേ ഞാൻ ചാള ഒഴികെ വേറെ ഒന്നും ഞാൻ കൂട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ബ്രസീൽ പോയതിന് ശേഷം ഇപ്പോൾ അർജൻറ്റീനയുടെ ഫ്ലക്സ് എല്ലായിടത്തും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചാള. ഞാൻ ആകെ ചാള കൂട്ടാൻ മാത്രമാണ് കൂട്ടുക. പിന്നെ പൊരിച്ചയിൽ കൊഴുവ കഴിക്കും, പിന്നെ ചാള വറുത്തത് കഴിക്കും. വെട്ടുമീൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ വാരി വലിച്ച അങ്ങനത്തെ മീനുകളൊന്നും ഞാൻ തിന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. കൂട്ടാനുകളിൽ ഞാൻ ചാള കൂട്ടാൻ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ, ചാളക്കറി മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. വേറെ ഒന്നിൻ്റെ കാറും ഞാൻ കൂട്ടി കഴിക്കാറില്ല. അപ്പോൾ ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കണപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂവിൻ്റെ അവിടെയുള്ള ഒരു മരം കടപുഴകി വീണിരിക്കുന്നു. അത് സൂവിൻ്റെ മതിൽമേൽക്കാനാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അപകടകാരിയായ മരങ്ങളെ നമ്മുടെ KSEBക്കാർ മുറിച്ച് മാറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ മണ്ണുത്തിയിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണി മേടിച്ചെന്ന്. അപ്പോൾ ഇന്നും ചേട്ടൻ അവിടേക്കാണ് പോകുന്നത്. അവിടുത്തെ എഗ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, മഴയുള്ള കാരണം ചേട്ടൻ പറഞ്ഞു, നീ ഇറങ്ങണ്ട, ഞാൻ പോയി മേടിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ബിരിയാണിയൊക്കെ മേടിച്ച് കൊടുന്നു. കാറിലൊക്കെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ചതി മനസ്സിലായത്. ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗ് ബിരിയാണിയൊക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാത്ത കാരണം ഞാൻ ഭക്ഷണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ ഒന്നും ഇനി കഴിക്കാൻ വയ്യ. പിന്നെ പാഴ്സൽ മേടിച്ചു. കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കൊക്കെ ആണെങ്കിൽ ഒരു പിറന്നാളുണ്ട്. അപ്പോൾ അമ്മ കുട്ടികളെയും കൊണ്ട് പിറന്നാൾ പോയേക്കാണ്. പിന്നെ വീട്ടിൽ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അത് കാരണം ഇവർക്കൊക്കെ അത് മതി. പക്ഷെ ഞാനത് കൂട്ടാത്ത കാരണം ഞാനാകെ പെട്ടുല്ലോ.
അപ്പോൾ ദേ ഇതൊക്കെ കഴിഞ്ഞതായി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലത്തെ ടേണിങ് കഴിഞ്ഞപ്പോൾ ദേ ഗോപുരം കണ്ടാലേ എന്ത് ഭംഗിയായിട്ട് മഴയത്ത് നല്ല ഭംഗിയിൽ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു ആൽമരമായിരുന്നു. ആ മുത്തശ്ശിയാൽ കഴിഞ്ഞ കൊല്ലം മഴ സമയത്ത് വീണ് ആകെ പ്രശ്നമായിരുന്നു. 2, 3, 4 മാസം 2, 3, 4 ദിവസം തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക്. കഴിഞ്ഞ ഏപ്രിൽ കേട്ടോ, ഈ ഏപ്രിൽ അല്ല, കഴിഞ്ഞ ഏപ്രിൽ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്കുള്ള ടേണിംഗ് ഒക്കെ തിരിഞ്ഞു. എല്ലായിടത്തും പച്ചപ്പും എല്ലാ രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മഴ ചാർന്ന കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നു കേട്ടോ. മഴ ചെറുതായിട്ട് രാവിലെ പിടിച്ച മഴയാണ്. അപ്പോൾ അതേ നല്ല രീതിയിൽ മഴ ഇങ്ങനെ ചാറിയോണ്ട് നിൽക്കണം. മഴ നിൽക്കാണ്ടാണ് ചാറിയോണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ദേ വീട്ടിലേക്ക് എത്താറായി. ഏകദേശം ദേ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ദേ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എത്താറാവല്ല, ഞങ്ങൾ ദേ വീടിൻ്റെ അടുത്ത് എത്തി. വീട് തുറക്കാൻ നോക്കിയപ്പോഴാണ് അകപ്പെട്ടു എന്ന് മനസ്സിലായത്. ഞാൻ കാറിൽ നിന്ന് ചാടി ഇറങ്ങി നോക്കിയപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് അച്ഛമ്മയും മക്കളും കൂടി പരിപാടിക്ക് പോയിരിക്കുകയെന്ന്. കഴിഞ്ഞ് ഞാൻ വീടൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറി. കാരണം വിശപ്പിൻ്റെ പുളി വന്നിട്ടാണ് ഞാൻ ഓർഡറുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാൻ ദേ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞ് ദേ ചട്ടി തുറന്ന് നോക്കിയപ്പോൾ ദേ മക്കൾ പറഞ്ഞ പോലെ അയില വറുത്ത് വെച്ചിട്ടുണ്ട്. അയില ഫ്രൈ ആണ്. പിന്നെ അതെ ചോറും പാത്രത്തിലും എവിടെ നോക്കിയാലും അയില അയില വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊഴുവ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കൊഴുവ കുറച്ച് വറുത്തും വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും കൂട്ടാത്ത കാരണം കൊഴുവ കഴിക്കുന്ന അറിയാം. അപ്പോൾ അമ്മ കൊഴുവ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുവ എടുത്തു. ഇത് കഴിഞ്ഞ് നമ്മുടെ എഗ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ചിക്കൻ ബിരിയാണിൻ്റെ പോലത്തെ അല്ല, സൂപ്പർ 100ൽ 100 മാർക്കും കൊടുക്കാം. കാരണം അത്രയും അധികം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയുമാണ്, നല്ല മണവും ഗുണവും എല്ലാം കൂടി ഒരുമിച്ചൊരു എഗ് ബിരിയാണി. ഞാൻ ഇതേവരെ ഇത്ര നല്ലൊരു എഗ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു എഗ് ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചു കേട്ടോ. കാരണം ഞാൻ സാധാരണ എഗ് ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവാറില്ല. പിന്നെ എനിക്ക് മൊത്തം മുട്ടയാണ് തരാറ്. ഇപ്രാവശ്യം 2 ബോയിൽഡ് എഗ്ഗ് പകുതിയാക്കിയിട്ട് മുറിച്ചിടാൻ തന്നെ. അത് നല്ല മസാലയും കാര്യങ്ങളുണ്ട്. മുട്ടയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഗ്രേവി മാത്രം കൂട്ടി വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.